കുട്ടിക്കാലം മുതലേ അങ്ങനെ തന്നെയാണ്. അപ്പം ഞാൻ ഓരോ ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കും, പിന്നെ ഞാൻ തന്നെ കുറേ ക്രീമൊക്കെ കൊടുത്തു. അതിലൊരു വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും എന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. അപ്പം ആദ്യം ചെറിയ റീൽസ് ചെയ്തു തുടങ്ങി. അങ്ങനെ ഞാൻ പിന്നെ കുറേശ്ശെ ഉണ്ടാക്കി ആദ്യം എല്ലാവർക്കും വെറുതെ കൊടുക്കുമായിരുന്നു. കാരണം വെച്ചാൽ എനിക്ക് അങ്ങനെ സെയിൽ ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശമേ ഉണ്ടായിരുന്നില്ല. ഞാൻ അവരെ വിളിച്ചു, രാജസ്ഥാനിലായിരുന്നു. അവരോട് ചോദിച്ചു സോപ്പ് കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞില്ല, ഞങ്ങൾ പ്രൊഡക്ഷൻ നിർത്തി, ഗോട്ട് മിൽക്ക് അവൈലബിൾ അല്ല, അതുകൊണ്ടാണ്. ഇതൊരു ബിസിനസ് ആക്കാം എന്ന് പ്ലാൻ ചെയ്തപ്പോൾ ഇതിൻ്റെ ലൈസൻസും കാര്യങ്ങളും ഒക്കെ, ഇപ്പോൾ ഈ കോസ്മെറ്റിക്സ് ഐറ്റംസിന് പ്രത്യേക തരം ലൈസൻസ് ഒക്കെ ബുക്ക് എടുത്ത് വെച്ച് എഴുതാൻ തുടങ്ങി. ഇതെങ്ങനെയാണെന്ന് ഒരു 6 മാസത്തോളം എഴുതിക്കൊണ്ടിരുന്നു. ഇപ്പോഴും എൻ്റെ കയ്യിൽ ആ ഡയറി ഉണ്ട്. ഐ ജസ്റ്റ് ഒരു പോസ്റ്റായിട്ട് ഞാൻ അതിൽ പറഞ്ഞു, ഞാൻ വീട്ടിലുണ്ടാക്കിയ സോപ്പാണെന്ന് ഞാൻ മെസ്സേജ് ഇട്ടതും ഐ ഗോട്ട് സോ മെനി എൻക്വയറീസ്. ഇപ്പം എനിക്ക് ഒത്തിരി പ്രോഡക്റ്റ്സ് ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലാ സ്കിൻ ആൻഡ് ഹെയർ കെയർ കൺസേൺസിനും യൂസിനും ഉള്ള പ്രോഡക്റ്റ്സ് ഉണ്ട്. ഹായ് വ്യൂവേഴ്സ്, വണ്ടർ വുമൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് വളരെ വ്യത്യസ്തയായ ഒരു സംരംഭകയാണ്. ഇദ്ദേഹം ഒരു ഡോക്ടറാണ്, ഡോക്ടർ രജിത നന്ദിനി. ഡോക്ടർ എങ്ങനെയാണ് സംരംഭത്തിലേക്ക് വന്നതെന്ന് നമുക്ക് ഡോക്ടറോട് തന്നെ ചോദിച്ചറിയാം. നമസ്കാരം ഡോക്ടർ, എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? അലോഹ സ്കിൻ കെയർ എസെൻഷ്യൽസ് എന്ന് പറഞ്ഞായിരുന്നു. എങ്ങനെയാണ് ഈ ഒരു സംരംഭത്തിലേക്ക്, ഒരു ഡോക്ടറായ ഞങ്ങളൊരു സംരംഭക എന്ന രീതിയിലേക്ക് എങ്ങനെയാണ് വന്നത്? ഇത് വളരെ ആക്സിഡൻ്റലായിട്ടാണ് ഞാനിങ്ങനെ തുടങ്ങിയത്. എൻ്റെ മകൾക്ക് ഡ്രൈ സ്കിന്നിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. വളരെയധികം ഡ്രൈ ആണ് സ്കിൻ. അപ്പോൾ കുട്ടിക്കാലം മുതലേ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാൻ ഓരോ ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കും, പിന്നെ ഞാൻ തന്നെ കുറേ ക്രീമൊക്കെ കൊടുത്തു. ഒന്നിലും ആ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു റിലീഫ് കിട്ടിയിട്ടില്ല. കുറച്ച് ദിവസം തേക്കും, വ്യത്യാസം വരും, പിന്നെ അത് യൂസ് ചെയ്താൽ ചിലപ്പോൾ റിലീഫ് കിട്ടില്ല. അങ്ങനെ ഒത്തിരി ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ തോന്നി ഇതെന്താണ് ഇങ്ങനെ ഒരു ഇത്. അപ്പോൾ ഞാൻ കണ്ടിന്യൂസ്ലി ഇതിനെപ്പറ്റി സൈഡ് ബൈ സൈഡ് ഞാൻ വായിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഗോട്ടിൻ്റെ മിൽക്ക് കൊണ്ടുള്ള സോപ്പ് നല്ലതാണ്, റിലീഫ് കിട്ടും എന്ന് ഞാൻ കണ്ടു. അപ്പോൾ അങ്ങനെ ഞാൻ ആദ്യം ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്യായിരുന്നു കുറച്ച് സോപ്സ്. അപ്പോൾ അത് ഓർഡർ ചെയ്ത് അത് അവൾ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അപ്പോൾ അവൾ +1 പഠിക്കുകയായിരുന്നു. അപ്പോൾ അത് കുറേ റിലീഫ് കിട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നോക്കുമ്പോൾ ആ സോപ്പ് അവൈലബിൾ അല്ല. അങ്ങനെ പിന്നെ വേറൊരു ഗോട്ട് മിൽക്ക് സോപ്പ് ഓർഡർ ചെയ്തു. പക്ഷെ അതുകൊണ്ട് യാതൊരു റിലീഫും കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇപ്പോൾ ആ കമ്പനി നിലവിലില്ല, അപ്പോൾ അവർക്ക് പ്രൊഡക്ഷനൊന്നുമില്ല. അപ്പോൾ ഞാൻ അവരെ വിളിച്ചു, രാജസ്ഥാനിലായിരുന്നു. അവരോട് ചോദിച്ചു സോപ്പ് കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞില്ല, ഞങ്ങൾ പ്രൊഡക്ഷൻ നിർത്തി, ഗോട്ട് മിൽക്ക് അവൈലബിൾ അല്ല, അതുകൊണ്ടാണ്. അപ്പം ഞാനിങ്ങനെ കുറേ അവരോട് തന്നെ ചോദിച്ചു എന്തെങ്കിലും ചെയ്ത് കുറച്ച് സോപ്പ് തരാൻ പറ്റുമോ? അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കാമല്ലോ, ഹാൻഡ് മെയ്ഡ് സോപ്സാണ്. ഞാൻ അയ്യോ ഞാൻ സോപ്പൊന്നും ഉണ്ടാക്കിയിട്ടില്ല, എനിക്ക് യാതൊരു പരിചയമില്ല, എനിക്ക് അറിഞ്ഞുകൂടാ സോപ്പ് ഉണ്ടാക്കാൻ. ഞാൻ വിചാരിച്ചാൽ അതൊക്കെ വലിയ ഫാക്ടറി യൂണിറ്റ്, എനിക്ക് ഹാൻഡ് മെയ്ഡ് സോപ്പൊന്നും ഞാൻ കേട്ടിട്ട് പോലും ഇല്ലായിരുന്നു. അപ്പം ഞാനത് അങ്ങനെ അപ്പോൾ അവർ പറഞ്ഞു യൂട്യൂബിലൊക്കെ ഉണ്ട്, പോയി നോക്കൂ, നെറ്റിലുണ്ട്, നോക്കിക്കോളൂ എന്ന്. അപ്പം ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ കുറേ സൈറ്റുകളിൽ ഇത് കണ്ടു. അപ്പം ഞാനൊരു ബുക്ക് എടുത്ത് വെച്ച് എഴുതാൻ തുടങ്ങി ഇതെങ്ങനെയാണെന്ന്. ഒരു 6 മാസത്തോളം എഴുതിക്കൊണ്ടിരുന്നു. ഇപ്പോഴും എൻ്റെ കയ്യിൽ ആ ഡയറി ഉണ്ട്. ഞാൻ ആ നോട്ട്സ് മുഴുവനും എഴുതി അത് കംപ്ലീറ്റ് പഠിച്ചിട്ട് ഞാൻ ഫസ്റ്റ്. ഇത് ഏത് വർഷമായിരുന്നു? ഇത് 2016 സ്റ്റഡിയൊക്കെ നടത്തിയത് 2016 ആ സമയത്ത് ആണിത്. അപ്പോൾ ഒരു 5 to 6 മന്ത്സ് കൊണ്ട് എനിക്കൊരു ഐഡിയ കിട്ടി. അപ്പോൾ കൊച്ചു പീസസ് ഒക്കെ ഉണ്ടാക്കി നോക്കി. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഗോട്ടിൻ്റെ മിൽക്ക് വെച്ചിട്ട് ഫസ്റ്റ് പ്രോപ്പറായിട്ടുള്ള ഒരു മോൾഡെന്ന് പറയാൻ പറ്റില്ല, ടേക്ക് അവേ കണ്ടെയ്നർ പോലൊരു സാധനത്തിൽ സോപ്പ് ഒഴിച്ച് ചെയ്യായിരുന്നു. അത് ഞാൻ ഇവർക്ക് 4 വീക്സ് ഈ സോപ്പിരുന്ന് ക്യൂർ ആവണം. 4 to 6 വീക്സ്. 6 വീക്സ് കഴിഞ്ഞ് കൊണ്ട് കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു യൂസ് ചെയ്ത് എന്തെങ്കിലും ചൊറിച്ചിലോ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുകയാണെങ്കിൽ നീ അപ്പം തന്നെ വിളിച്ച് പറയണം. അപ്പോൾ അവൾക്ക് ആ മണം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ആ സോപ്പിൻ്റെ സാധനം നമ്മൾ കമേഴ്ഷ്യലി ചേർക്കുന്നതല്ല, അല്ലാതെയുള്ള മണമാണ്. അപ്പം ആ മണം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അവൾ പറഞ്ഞു ഞാനിത് ഉപയോഗിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ഒരാഴ്ച ഉപയോഗിച്ചിട്ട് അവൾ പറഞ്ഞു അമ്മ എനിക്കിപ്പോൾ രാത്രി കിടക്കുമ്പോൾ ചൊറിച്ചിലൊന്നും തോന്നുന്നില്ല, എനിക്ക് നല്ല ആശ്വാസം ഉണ്ടെന്ന്. അങ്ങനെ പിന്നെ അപ്പോൾ എനിക്ക് ഈ ആർട്ട് ഓഫ് മേക്കിംഗ് സോപ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ വീണ്ടും വേറൊരു സെറ്റ് ഉണ്ടാക്കി. അത് ഞാൻ എൻ്റെ ഒരു കസിന് കൊടുത്തു, പാർവതി, പുള്ളിക്കാരിക്ക് കൊടുത്തു. സൈമൾട്ടേനിയസ്ലി എൻ്റെ സിസ്റ്ററിലോ അവർ ആ സമയത്ത് നാട്ടിലുണ്ടായിരുന്നു, അവർക്ക് കൊടുത്തപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഹാൻഡ് മെയ്ഡ് സോപ്പാണ്. അപ്പോൾ അത് പുള്ളിക്കാരി എൻ്റെ ബ്രദറിന് കൊടുത്തു. പുള്ളിക്കാരന് ഡ്രൈ സ്കിന്നുണ്ട്. അപ്പോൾ അവനും വളരെ റിലീഫ് കിട്ടിയതായിട്ട് പറഞ്ഞു. എൻ്റെ സിസ്റ്ററിലോ യൂസ് ചെയ്തിട്ട് പുള്ളിക്കാരി ഡ്രൈ സ്കിൻ ആർക്കൊക്കെ ഇഷ്യൂസ് ഉള്ളവർക്ക് കൊടുത്ത് അവർക്കൊക്കെ ആശ്വാസം കിട്ടിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ കുറേശ്ശെ ഉണ്ടാക്കി
ആദ്യം എല്ലാവർക്കും വെറുതെ കൊടുക്കുമായിരുന്നു. കാരണം വെച്ചാൽ എനിക്ക് അങ്ങനെ സെയിൽ ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശമേ ഉണ്ടായിരുന്നില്ല. ഗോട്ട് മിൽക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഗോട്ട് മിൽക്ക് എങ്ങനെയാണ് അതൊരു സോപ്പിൻ്റെ ഫോമിലേക്ക് വരുന്നത്? ഒരു അത്ഭുതമുള്ള കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. അതെങ്ങനെയാണ് അതിൻ്റെ ഈ ഇപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു, ഇങ്ങനെയാണ് ഐഡിയ കിട്ടിയെന്ന് പറഞ്ഞായിരുന്നു. അതെങ്ങനെ ഇത് ചെയ്ത് നോക്കിയപ്പോൾ എങ്ങനെയായിരുന്നു അതിൻ്റെ ആ ഒരു പ്രോസസ്സ് എങ്ങനെയായിരുന്നു? ഇത് ശരിക്കും കെമിസ്ട്രിയിലെ ഒരു ഇക്വേഷനാണ്. സൊല്യൂഷൻ ഓഫ് ആൽക്കലി റിയാക്ട്സ് വിത്ത് ഓയിൽസ് ടു ഗീവ് സോപ്പ് പ്ലസ് ഗ്ലിസറിൻ. അതൊരു കെമിസ്ട്രി ഇക്വേഷനാണ്. ദാറ്റ് ഈസ് ഹൗ സോപ്സ് ഹാവ് ബീൻ മെയ്ഡ് സിൻസ് ഏജസ്. നൂറുകണക്കിന് വർഷങ്ങളായിട്ട് അങ്ങനെയാണ് സോപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഗോട്ട് മിൽക്കിൽ സാധാരണ വെള്ളവും ഓയിൽസും കൂടെ ചേർന്നിട്ടാണ് സാധാരണഗതിയിൽ സോപ്പ് ഉണ്ടാക്കാറുള്ളത്. എൻ്റെ സോപ്പിൽ വെള്ളത്തിൻ്റെ ആ പാർട്ട് ഇസ് റീപ്ലേസ്ഡ് ബൈ ഗോട്ട് മിൽക്ക്. ആ വെള്ളത്തിൻ്റെ സ്ഥലത്ത് ഞാൻ ഗോട്ട് മിൽക്ക് ഉപയോഗിക്കുന്നു. അതിനകത്ത് ആൽക്കലി അലിയിച്ചിട്ട് ഓയിൽസുമായിട്ട് ചേർത്ത് ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഈ സോപ്പ് കിട്ടുന്നു. ഈ സോപ്പിനകത്ത് ഞാൻ പറഞ്ഞില്ലേ സോപ്പ് പ്ലസ് ഗ്ലിസറിൻ ആണ്. ആ ഗ്ലിസറിൻ നമ്മൾ നീക്കം ചെയ്യുന്നില്ല. ആ ഗ്ലിസറിനും ഇതിനകത്ത് തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് ഹാൻഡ് മെയ്ഡ് സോപ്സ് ഇത്രയും മോയ്സ്ചറൈസിങ് ആകുന്നത്. ഇതിൽ ഏതാണ് ആദ്യമായിട്ടുണ്ടാക്കിയ പ്രോഡക്റ്റ്? ആദ്യം ഉണ്ടാക്കിയ സോപ്പ് ഇതാണ്. ഇത് ക്ലാസിക്, ഇപ്പം ഞാനിതിന് ക്ലാസിക് ഗോട്ട് മിൽക്ക് സോപ്പ് എന്നാണ് വിളിക്കുന്നത്. ആദ്യമായിട്ടുണ്ടാക്കിയ സംഭവം ഇതാണ്. ഇത് എന്തൊക്കെയായിരുന്നു ഇതിനകത്തുള്ള? ഇതിനകത്ത് ഒലിവ് ഓയിൽ, റൈസ് ബ്രാൻ ഓയിൽ, വെളിച്ചെണ്ണ, പിന്നെ ആൽമണ്ട് ഓയിൽ, കാസ്റ്റർ ഓയിൽ പ്ലസ് ഫ്രേഗ്രൻസസ് അടങ്ങിയിട്ടുണ്ട്. ഗോട്ട് മിൽക്ക്, അത് എല്ലാ സോപ്പിലും ഗോട്ട് മിൽക്ക് അടങ്ങിയിട്ടുണ്ട്. ഗോട്ട് മിൽക്കും അടങ്ങിയിട്ടുണ്ട്. ഈ ഒരു എന്താണ് മകളുടെ പ്രശ്നമാണ്, ഈ സ്കിന്നിലെ പ്രോബ്ലമാണ് ഇതൊരു ബിസിനസ്സിലേക്ക് കൺവേർട്ട് ചെയ്ത ഐഡിയ വന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഒരു ലാർജ് സ്കെയിലിലേക്ക് ചെയ്യുന്നുണ്ടോ ഇപ്പോൾ? അത് ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഞാൻ പറഞ്ഞില്ലേ ഒത്തിരി പേർക്ക് ഞാൻ ഫ്രീ ആയിട്ട് അത് ചോദിച്ചാൽ ഞാൻ കൊടുക്കുമായിരുന്നു ഡ്രൈ സ്കിന്നുള്ളവർക്ക്. പക്ഷെ നമുക്ക് എപ്പോഴും അങ്ങനെ കൊടുക്കാൻ അത് ഫീസിബിൾ അല്ലല്ലോ. അപ്പോൾ നമുക്കൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ട് ലേഡീസിൻ്റെ, ഹെർട്ട് വാൻഡ്രം എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് ഞാൻ വെറുതെ ഇങ്ങനെ ഞാൻ വീട്ടിലുണ്ടാക്കിയ സാധനം ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ പരസ്യം കൊടുത്തായിരുന്നു. അപ്പോൾ ഒത്തിരി പേര് എനിക്ക് പരസ്യമല്ല, ഐ ജസ്റ്റ് ഒരു പോസ്റ്റായിട്ട് ഞാൻ അതിൽ പറഞ്ഞു ഞാൻ വീട്ടിലുണ്ടാക്കിയ സോപ്പാണെന്ന് ഞാൻ മെസ്സേജ് ഇട്ടതും ഐ ഗോട്ട് സോ മെനി എൻക്വയറീസ്. ഇപ്പോൾ ഈ ഒരു പറഞ്ഞു ഫസ്റ്റ് ഉണ്ടാക്കിയ പ്രോഡക്റ്റ് ക്ലാസിക് ഗോട്ട് മിൽക്ക്. അപ്പോൾ ഇതിൽ നിന്ന് എത്ര പ്രോഡക്ട്സ് പിന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞു? എന്തൊക്കെയാണ് ഇപ്പോൾ നിലവിലുള്ള? ഇപ്പം എനിക്ക് ഒത്തിരി പ്രോഡക്ട്സ് ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലാ സ്കിൻ ആൻഡ് ഹെയർ കെയർ കൺസേൺസിനും യൂസിനും ഉള്ള പ്രോഡക്ട്സ് ഉണ്ട്. ടൂത്ത് പേസ്റ്റ് മാത്രമേ ഉള്ളൂ, പേഴ്സണൽ കെയർ അതും വേറെ 1-2 കൊച്ചു സാധനങ്ങളേ ഉള്ളൂ. അതിപ്പോൾ ഈ സോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞ് ക്ലാസിക് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അവളുടെ മുഖം ഭയങ്കര ഓയിലി ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ചാർക്കോൾ ഗോട്ട് മിൽക്ക് സോപ്പ് ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫേസിന് വേണ്ടി സാൻഡൽ ടേമറിക് ഉണ്ടാക്കി സോപ്പ് ഗോട്ട് മിൽക്ക് വെച്ചിട്ട്. അപ്പോൾ വേറൊരു കുട്ടി, ഒരു റിലേറ്റീവ് ഒരു കുട്ടി, ആ കുട്ടി ചോദിച്ചു ആ കുട്ടിക്ക് മുഖത്ത് നിറച്ച് പിഗ്മെൻറ്റേഷൻ ഉണ്ട്, അതിനെന്തെങ്കിലും സോപ്പ് ഉണ്ടാക്കാൻ പറ്റുമോ? അപ്പോൾ ഞാൻ അതിങ്ങനെ കുറേ വായിച്ച് നോക്കിയപ്പം റെഡ് സാൻഡലും രക്തചന്ദനവും മഞ്ചിഷ്ടയും ഒക്കെ അത് നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഇൻക്ലൂഡ് ചെയ്ത് അങ്ങനെ ഒരു സോപ്പ് ഉണ്ടാക്കി. പിന്നെ ചൂടുകാലമായപ്പോൾ കലാമിൻ സോപ്പ് ചൂടുകുരുവിനും ഉണ്ടാക്കി നോക്കി. പിന്നെ അച്ഛന് ഈ ഹെർബൽ മണമൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഞാൻ നീം തുളസിയും ഉണ്ടാക്കി. പിന്നെ ഇതിങ്ങനെ ഉണ്ടാക്കി വന്നപ്പോൾ ഇതെല്ലാം ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ വേറൊരു റിലേറ്റീവ് ഇതുപോലെ എന്നോട് ചോദിച്ചു ബേബീസിന് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ? അപ്പോൾ ബേബീസിനെ തേച്ച് കുളിപ്പിക്കുന്നത് നാൽപ്പാമരാതി കേരം വെച്ചാണല്ലോ. അപ്പോൾ ഒലിവ് ഓയിൽ പ്രൊഡോമിനൻ്റ് ആയിട്ടും നാൽപ്പാമരാതി കേരവും ഷിയ ബട്ടറും ചേർത്ത് നാൽപ്പാമരാതി ഉണ്ടാക്കി. അപ്പോൾ അത് തേച്ച് കൊച്ചുകുട്ടികൾക്കുള്ള സോപ്പാണ് അത്, ബേബി സോപ്പ്. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും നല്ല ഡ്രൈ സ്കിന്നുള്ള ഒരു അപ്പൂപ്പന് സോപ്പ് ഉണ്ടാക്കി കൊടുക്കാൻ ആരോ ചോദിച്ചു എത്രയും മൈൽഡായിട്ടുള്ള ഒരു സോപ്പ് ഉണ്ടാക്കാൻ പറ്റൂ. അപ്പോൾ 90+ ഇയേഴ്സ് ഉള്ള എറണാകുളത്തുള്ള ഒരു അപ്പൂപ്പൻ, എനിക്ക് പരിചയമില്ല, എൻ്റെ ഒരു സ്കൂൾമേറ്റ് പറഞ്ഞിട്ട് ആ സ്കൂൾമേറ്റാണ് എന്നോട് പറഞ്ഞ അപ്പൂപ്പന് ഒരു സോപ്പ് ഉണ്ടാക്കാൻ പറ്റും. അപ്പൂപ്പൻ ഉണ്ടാക്കിയ സോപ്പാണ് അൾട്രാ ജെൻറ്റിൽ സോപ്പ്. അപ്പൂപ്പൻ ഇപ്പോഴും ആ സോപ്പ് ഉപയോഗിക്കുന്നുണ്ട്, എറണാകുളത്തുള്ള ഒരു അപ്പൂപ്പൻ. അപ്പൂപ്പനാണെങ്കിൽ എപ്പോഴും ചോദിക്കും ഈ സോപ്പ് എപ്പോഴാണ് വരിക, തീരുമ്പോൾ പിന്നെ 2 ദിവസത്തേക്ക്. അപ്പം അതുകൊണ്ട് അവർ 6 എണ്ണമൊക്കെ അഡ്വാൻസ് ആയിട്ട് വാങ്ങിച്ചു വയ്ക്കും. അപ്പോൾ അത് അൾട്രാ ജെൻറ്റിൽ, അത് ഡ്രൈ സ്കിൻ ഉള്ളവർക്കും എൽഡേർലി ആൾക്കാർക്കും ഒക്കെ വളരെ നല്ലതാണ്. അത് ഒലിവ് ഓയിൽ, ഷീ ബട്ടർ അതൊക്കെ ചേർന്നിട്ടുള്ള ഒരു സോപ്പാണ്. അങ്ങനെ പല സോപ്പ് ഉണ്ടാക്കി. അപ്പോഴാണ് മോക്ക് ഈ മുടി പൊഴിച്ചിലിൻ്റെ പ്രശ്നം വന്നത്. അപ്പോഴേക്കും എനിക്കിത് കംപ്ലീറ്റ് ആയിട്ട് കോസ്മെറ്റിക് മേക്കിംഗ് ഒരു അഡിക്ഷനായിട്ട് മാറി. അപ്പോൾ ഞാൻ എണ്ണ ഉണ്ടാക്കുന്നതിനെ പറ്റി ഒത്തിരി ആയുർവേദ ഡോക്ടേഴ്സുമായിട്ടും പിന്നെ പാരമ്പര്യമായിട്ട് വീട്ടിൽ എണ്ണ കാച്ചുന്നവരുണ്ടല്ലോ അവരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് എണ്ണ കാച്ചാൻ തുടങ്ങി. അപ്പോൾ അതിനാവശ്യമായ ചെടികളും അതും ഇതുമൊക്കെ നമ്മുടെ പത്തനംതിട്ട തന്നെ പരിസരത്തുള്ള കാടുകളിൽ നിന്നും ഫീൽഡുകളിൽ നിന്നും ഒക്കെ കുട്ടികൾ നഴ്സസ് അവരൊക്കെ കൊണ്ടുതരും. അപ്പം അങ്ങനെ അത് ചെയ്യും. ഇതിനകത്ത് ആടിൻ്റെ പാലും കൂടെ ചേർന്നിട്ടുണ്ട് ഈ എണ്ണയ്ക്കകത്ത്. ആടിൻ്റെ പാലിലാണ് ഹെർബ്സ് കുറുക്കിയെടുക്കുന്നത്. ഇതാണ് എണ്ണ. ഇതാണ്
പിന്നെ ആക്നെ മുഖക്കുരു വന്നപ്പോൾ മുഖക്കുരുവിനുള്ള പ്രോഡക്റ്റ്സ് ആയി. പിന്നെ എൻ്റെ ഏജിലുള്ളവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫേസ് ക്രീം എനിക്ക് യൂസ് ചെയ്യണമല്ലോ, അപ്പോൾ അങ്ങനെ ഞാൻ എനിക്ക് വേണ്ടി ഒരു ഫേസ് ക്രീം ഉണ്ടാക്കി. പിന്നെ ഇത് അത് ആദ്യം ഞാൻ ഹെയർ കെയറിൽ അങ്ങനെ അധികമൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഷാംപൂ, അപ്പോൾ എല്ലാം നമ്മുടെ തന്നെ ആകുമ്പോൾ ഷാംപൂവും യൂസ് ചെയ്യണമല്ലോ, അങ്ങനെയാണ് ഷാംപൂ ബാർസ്. ലിക്വിഡ് ഷാംപൂ ഞാൻ ഉണ്ടാക്കുന്നില്ല, സോപ്പ് പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഷാംപൂ ബാർസ്. അത് 3 ടൈപ്പിലാണ്. ഹെർബൽ ഷാംപൂ ബാർ സാധാരണ ഹെയറിന്, ഇത് കുറച്ച് ഡാമേജ് ഹെയറിന്, ഇതല്ലാതെ ഇനി ഡാൻഡ്രഫിന് മാത്രമായിട്ടുള്ളതുണ്ട്. നമ്മൾ സോപ്പ് ദേഹത്ത് തേക്കുന്ന പോലെ ഇത് അല്ല, കയ്യിലെടുത്ത് പതച്ചിട്ട് പതയാണ് തലയിൽ തേക്കേണ്ടത്. പിന്നെ അത് എനിക്ക് അമോണിയ മണമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഞാൻ കണ്ടീഷണേഴ്സ് ഒന്നും ഉപയോഗിക്കാറില്ല. അപ്പോഴേ ഞാൻ കോഴ്സ് ചെയ്തപ്പോൾ നാച്ചുറൽ കണ്ടീഷണേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് നാച്ചുറലായിട്ട് ഓയിൽസ് ബട്ടേഴ്സ് അടങ്ങിയ ഒരു കണ്ടീഷണറാണ്. അങ്ങനെ കണ്ടീഷണർ ഉണ്ടാക്കി, പിന്നെ ഹെയർ ബട്ടർ ഉണ്ടാക്കി, പിന്നെ തേച്ച് കുളിക്കാൻ വേണ്ടിയിട്ട് സ്ക്രബ് ഉണ്ടാക്കി. അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കിയപ്പോൾ കുറച്ച് പേര് ഇപ്പോൾ ആൾക്കാരിങ്ങനെ വന്ന് ചോദിക്കും അതിനുള്ള ഒരു സാധനം ഉണ്ടാക്കി തരാം. ചിലവർക്ക് ഡാർക്ക് സർക്കിൾസ് ഉണ്ട്, അപ്പോൾ ഡാർക്ക് സർക്കിളിന് വേണ്ടി അത് അണ്ടർ ഐ ക്രീം, ജെൽ ക്രീം ഉണ്ടാക്കി. അപ്പോൾ ഇതിനെല്ലാം ഇങ്ങനെ ഒരു എൻക്വയറി വരുമ്പോൾ ഞാൻ അതിൻ്റെ കോഴ്സ് ചെയ്യും. ഇത് കൂടാതെ ഞാൻ തിയ സോപ്സ് അക്കാഡമി എന്ന് പറഞ്ഞ തെലങ്കാനയിലൊരു സംഭവമുണ്ട്, അവിടെ ചേർന്നിട്ട് അഡ്വാൻസ് ഡിപ്ലോമ ഇൻ കോസ്മെറ്റിക് മേക്കിംഗ് ചെയ്തു. അതല്ലാതെ ഞാൻ ഒത്തിരി ഈ ഓൺലൈൻ സൈറ്റ്സിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. പെയ്ഡായിട്ടുള്ള സൈറ്റ്സ് ഉണ്ട്. അവിടെ നമുക്ക് കോസ്മെറ്റിക് മേക്കിങ്ങിലെ ലേറ്റസ്റ്റ് പ്രോഡക്ട്സും അതിലെ ലേറ്റസ്റ്റ് അഡ്വാൻസസ് ഒക്കെ അറിയാൻ പറ്റും. അതിൽ ചേർന്നിട്ടുണ്ട്. പിന്നെ ഞാൻ എനിക്ക് തന്നെ ഇങ്ങനെ കോഴ്സസ് ഗിഫ്റ്റ് ചെയ്യും. അരോമ തെറപ്പിയുടെ കോഴ്സ്, ജെൽ മേക്കിങ്ങിൻ്റെ കോഴ്സ്, അങ്ങനെ ഓരോന്നിനും ഓരോ കോഴ്സ് ഉണ്ട്. അപ്പോൾ അത് ബേസിക്കും അഡ്വാൻസ്ഡ്, ബേസിക് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ അതിൻ്റെ അഡ്വാൻസ് കോഴ്സ് ചെയ്യും. ഇപ്പോൾ സീറം മേക്കിംഗ്, ഇത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് പിഗ്മെൻറ്റേഷന് വേണ്ടിയിട്ടുള്ളത്, ചന്ദ്രപ്രഭ സീറം എന്ന് പറഞ്ഞിട്ട്. പിന്നെ അതിൻ്റെ തന്നെ ബോഡി, ചിലവർക്ക് കൈയുടെ മുട്ടിൽ പിഗ്മെൻറ്റേഷൻ, അങ്ങനെ കഴുത്തിൽ പിഗ്മെൻറ്റേഷൻ, അതിന് വേണ്ടിയിട്ടുള്ളതാണ് പിഗ്മെൻറ്റേഷൻ ക്രീം. പിഗ്മെൻറ്റേഷൻ്റെയും എല്ലാത്തിൻ്റെയും പേര് ചന്ദ്രപ്രഭ എന്നാണ്. എൻ്റെ കുഞ്ഞമ്മയുടെ പേരാണ് ഷീസ് നോ മോർ നൗ. അപ്പോൾ എനിക്കങ്ങനെ ഒരു ഡാർക്ക് ഇന്ന് ലൈറ്റിലോട്ടായി എന്നുള്ള അർത്ഥത്തിൽ ഞാൻ ചന്ദ്രപ്രഭ എന്ന് പേരിട്ടു. അപ്പോൾ അങ്ങനത്തെ പ്രോഡക്റ്റ് ഇത് ഓരോന്നും ഓരോ ആദ്യം എനിക്ക് മോക്കും ആവശ്യമുള്ളതാണ് കൂടുതലും ഉണ്ടാക്കിക്കൊണ്ടത്. ഇപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യും അതിന് വേണ്ടിയിട്ടുള്ളൊരു സാധനം ഉണ്ടാക്കി തരുമോ. അപ്പോൾ അത് ആദ്യം അവർക്ക് വേണ്ടി ഉണ്ടാക്കും, അവർ യൂസ് ചെയ്യും, അവർക്ക് ഇഷ്ടപ്പെടുമ്പോൾ അത് പിന്നെ കൂടുതലായിട്ട് ബൾക്കായിട്ട് മാനുഫാക്ചർ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഇത്രയും കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇതൊരു ആയുർവേദ ഡോക്ടറാണെന്ന്. പക്ഷെ അല്ല, ഞാൻ തുടക്കത്തിൽ പറയാൻ വിട്ടുപോയി, പീഡിയാട്രീഷ്യനാണ് മാഡം അല്ലേ? അതെ അതെ, അതാണ് ഇതിലൊരു കൗതുകമുള്ള ഒരു കാര്യമെന്ന് പറയാം അല്ലേ? ഈ ഒരു പീഡിയാട്രീഷ്യൻ ഒരു ആയുർവേദ ഡോക്ടറാണെങ്കിൽ ശരി, ഡോക്ടറിൻ്റെ പഠിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇതൊക്കെ വികസിപ്പിച്ചെടുക്കുന്നു നമുക്ക് പറയാം. പക്ഷേ ഇതല്ല, ഒരു എന്താ പറയുന്ന ഒരു ഡോക്ടർ, പീഡിയാട്രീഷ്യൻ ആണ് ഇതെല്ലാം ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് പക്ഷെ ഒരു ഡോക്ടർ ആയതുകൊണ്ട് എനിക്ക് ഒത്തിരി അഡ്വാൻറ്റേജസ് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ സ്കിന്നിൻ്റെ ഒരു ഫിസിയോളജി, അനാറ്റമി അറിയുന്നത് ഒത്തിരി സഹായിക്കും. സ്കിൻ pH, പിന്നെ ഇതിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ബേസിക് കാര്യങ്ങൾ, കണ്ടാമിനേഷൻ വരാതിരിക്കുക, മൈക്രോബയോളജി, അങ്ങനത്തെ എനിക്ക് ആ ട്രെയിനിങ് എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. നമുക്കിത് സിസ്റ്റമാറ്റിക്കായിട്ട് ഈ സാധനങ്ങൾ ഹാൻഡിൽ ചെയ്യുക. ഓരോ കെമിസ്ട്രി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾക്ക് മാത്രമേ ഇത് ചെയ്യാനും പറ്റുള്ളൂ. കാരണം വെച്ചാൽ ഇതിനകത്ത് ഓരോന്നിനും അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കെമിസ്ട്രിയും കാര്യങ്ങളും ഒക്കെ ഇൻവോൾവ് ആണ്. അതുകൊണ്ട് ആ ട്രെയിനിങ് എന്നെ തീർച്ചയായിട്ടും സഹായിച്ചിട്ടുണ്ട്. കാരണം ഇതിനകത്തുള്ള സാധനങ്ങളെല്ലാം നമുക്ക് അതിൻ്റെ എല്ലാം മെറ്റീരിയൽ സേഫ്റ്റി ഡേറ്റ ഷീറ്റ് ഉണ്ട് ഓരോ ഇൻഗ്രീഡിയൻറ്റിനും. അത് ഫുൾ വായിച്ച് മനസ്സിലാക്കാൻ അതൊക്കെ എനിക്ക് ഈ ഒരു ട്രെയിനിങ് സഹായിച്ചിട്ടുണ്ട്. മാം, ഈ ട്രെയിനിങ് നമുക്ക് കേരളത്തിൽ തന്നെ കിട്ടുന്നതാണോ അതോ? കേരളത്തിൽ ഈ കോഴ്സ് പഠിപ്പിക്കുന്ന ആരെയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇതിന് അംഗീകൃതമായിട്ട് ട്രെയിനിങ് ചെയ്യാനുള്ള അവർക്ക് ചെയ്യാമെന്നുള്ള, അവർക്ക് തന്നെ ട്രെയിനേഴ്സായിട്ട് സർട്ടിഫിക്കറ്റ് ഉള്ളവരുണ്ട്. അവർക്ക് മാത്രമേ ട്രെയിനിങ് ചെയ്യാൻ പറ്റുള്ളൂ. കേരളത്തിന് പുറത്തുനിന്നാണ്? കേരളത്തിൻ്റെ പുറത്ത് ഓൺലൈൻ കോഴ്സസ് ആണ് ഇതെല്ലാം. വീഡിയോ വഴിയാണ് ഇതിൻ്റെ ഇത് ചെയ്യുന്നത്. ഇപ്പോൾ UK, US അവിടെയൊക്കെ ഉള്ള കോഴ്സസ് നമുക്ക് ചെയ്യാം. എല്ലാം ഓൺലൈൻ അവൈലബിൾ ആണ്. അവരുടെ വീഡിയോസ് കാര്യങ്ങളുണ്ട്. നമ്മൾ തന്നെ ഇതൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോസ് എടുത്ത് അവർക്ക് അയച്ചു കൊടുത്ത് അവരത് വെരിഫൈ ചെയ്ത് അങ്ങനെയാണ്. പിന്നെ കണ്ടിന്യൂഡ് സപ്പോർട്ടാണ്. നമുക്ക് എപ്പോൾ എന്ത് സംശയം ഉണ്ടെങ്കിലും അവരോട് ചോദിക്കാം. അവരോട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു തരും ഇന്ന കാര്യങ്ങൾ ചെയ്യണം അങ്ങനെ. പിന്നെ ഇതൊന്നും പോരാഞ്ഞിട്ട് ഇപ്പം നമ്മളൊരു കേക്ക് ഉണ്ടാക്കാൻ പഠിച്ചു എന്ന് പറഞ്ഞാൽ അതേ റെസിപ്പി അല്ലല്ലോ. നമ്മളിത് കൂടുതൽ വായിച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇതിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് പുതിയ പുതിയ ഐഡിയാസ് കിട്ടും. പിന്നെ ഒത്തിരി സാധനങ്ങൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, വിച്ച് ആർ മോർ സ്കിൻ ഫ്രണ്ട്ലി. വളരെ ഹാംലെസ് ആയിട്ടുള്ള സാധനങ്ങൾ പുതിയത് വരുന്നുണ്ട്. അപ്പോൾ അത് ഓരോന്നും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും.
ഓക്കെ. നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുന്ന ഒരു സ്കിൻ കെയർ ടെക്നിക്സ്, ഇപ്പം മഞ്ഞൾ ഇല്ലെങ്കിൽ എന്ത് തൈരൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഓരോന്നും ചെയ്യാറുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിലർ നിരന്തരം കുറേ നാൾ ചെയ്തിട്ടും ഫലമില്ലാതെയൊക്കെ വരുന്ന ഒരു നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ അതിങ്ങനെ ഓരോ പ്രോഡക്ട്സിലേക്ക് ഇതുപോലെ അതൊക്കെ ഉപയോഗിച്ച് ഓരോ പ്രോഡക്ട്സ് ചെയ്യുമ്പോൾ ഈ പെട്ടെന്ന് റിസൾട്ട് വരുന്നതിനെ കുറിച്ച് എന്താണ്? അതായത് നമ്മൾ ഒന്നാമത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് വേണം നമ്മൾ എന്ത് പ്രോഡക്റ്റും ഡിസൈഡ് ചെയ്യാൻ. വൺ സൈസ് ഡസ് നോട്ട് ഫിറ്റ് ഓൾ എന്ന് പറയുന്ന പോലെ ഓരോരുത്തർക്കും ചേരുന്ന സാധനമുണ്ട്. എനിക്ക് ചേരുന്ന സാധനം ചിലപ്പോൾ ഗോപികയ്ക്ക് ചേരില്ല, അത് ചിലപ്പം വേറെ ഒരു തേർഡ് പേഴ്സണ് ചേരില്ല. നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് വേണം എടുക്കാൻ. പിന്നെ ഈ മഞ്ഞളൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോഴും നമ്മൾ മഞ്ഞളിൻ്റെ പൊടി, ആ പൊടിയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ കോസ്മെറ്റിക്സിൽ അല്ലെങ്കിൽ പേഴ്സണൽ കെയർ പ്രോഡക്ട്സിലൊക്കെ ഇതിൻ്റെ എക്സ്ട്രാക്ട്സ് ആണ് എടുത്ത് ചേരുന്നത്. അപ്പോൾ അത് എത്രയോ ഇരട്ടി കോൺസെൻട്രേറ്റഡ് ആയിരിക്കും, അതിൻ്റെ കറക്റ്റ് പ്രപ്പോർഷൻസിലായിരിക്കും ചേർക്കുന്നത്. ആ പ്രപ്പോർഷൻസ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇപ്പോൾ തൈരെന്ന് പറഞ്ഞാലും അതിൻ്റെ ലാക്റ്റിക് ആസിഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ തേക്കുമ്പോൾ നാച്ചുറലി നമ്മുടെ മുഖത്തൊരു ബ്രൈറ്റനിങ് കാണും. പക്ഷേ ഇത് എന്ന് പറയുമ്പോൾ അതിൻ്റെ കറക്റ്റ് പ്രപ്പോർഷനിൽ സയൻറ്റിഫിക് ആയിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കുന്നതാണ്. എന്നാലും ഇത് യൂസ് ചെയ്ത് നിർത്തി കഴിയുമ്പോൾ നമ്മുടെ സ്കിൻ വിൽ ഗോ ബാക്ക്. നമ്മളിപ്പോൾ സൺസ്ക്രീൻ ഒരു 10 ദിവസം ഉപയോഗിച്ചപ്പോൾ നമുക്ക് നല്ല വ്യത്യാസമുണ്ട്. പക്ഷെ 11ാമത്തെ ദിവസം നമ്മൾ വെയിലത്തിറങ്ങി സൺസ്ക്രീൻ ഒന്നും ഇല്ലാതെ വന്നാൽ നമ്മൾ കറുക്കും. അതുപോലെ തന്നെയാണ് ആ ഒരു വ്യത്യാസം. നമുക്കിതിൻ്റെ നമ്മുടെ സ്കിന്നിൻ്റെ ടൈപ്പ് അനുസരിച്ചിട്ടും നമ്മുടെ സ്കിന്നിൻ്റെ പ്രോബ്ലം അനുസരിച്ചിട്ടും വേണം നമ്മൾ പ്രോഡക്റ്റ് തിരഞ്ഞെടുക്കാൻ വേണ്ടി. മൂന്നാമത്തെ കാര്യം, ഇതിൻ്റെ പ്രൊപ്പോർഷൻസ് എല്ലാം കൃത്യമാണ് കോസ്മെറ്റിക് മേക്കിങ്ങിൽ. അതുകൊണ്ടാണ് ആ റിസൾട്ട്സ് കിട്ടുന്നത്. ഇതിനകത്ത് ഈ എല്ലാ കാര്യങ്ങളും ഓർഗാനിക് ആയിട്ടുള്ള അല്ല. ഓർഗാനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതൊരു വൈഡ്ലി മിസ്അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള ഒരു ടേമാണ്. അതായത് ഈ വിത്ത് മുതൽ പ്രൊഡക്ഷൻ എല്ലാം ഓർഗാനിക് ആണെങ്കിലേ നമുക്ക് ആ ഒരു പ്രോഡക്റ്റിനെ കംപ്ലീറ്റ്ലി ഓർഗാനിക് എന്ന് പറയാൻ പറ്റും. അതിന് വ്യക്തമായ സർട്ടിഫിക്കേഷനുണ്ട്, എക്കോസെർട്ട്, കോസ്മോസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഈ സർട്ടിഫിക്കേഷൻ ഒന്നുമില്ലാതെ ഒരാൾ നമ്മുടെ പ്രോഡക്റ്റിനെ ഓർഗാനിക് എന്ന് വിളിക്കുന്നതിൽ അർത്ഥമില്ല. ആ ചെടിയുടെ വിത്ത് മുതൽ ഓർഗാനിക് ആണെങ്കിൽ മാത്രമേ ആ പ്രോഡക്റ്റിനെ ഓർഗാനിക് എന്ന് വിളിക്കാൻ പറ്റൂ. ഞാൻ ഈ ഉപയോഗിക്കുന്നതിൽ ചില സാധനങ്ങൾ ചിലപ്പോൾ ഓർഗാനിക് ആയിരിക്കും, പക്ഷേ ഐ കനോട്ട് കോൾ ദിസ് ഓർഗാനിക്. ഓർഗാനിക് എന്ന് പറയണമെങ്കിൽ അതിൽ സർവത്ര സാധനങ്ങളും ഓർഗാനിക് ആയിരിക്കണം. ഇപ്പോൾ ക്രീംസ്, അതിനകത്ത് നമുക്ക് പ്രിസർവേറ്റീവ് ചേർക്കണം. പ്രിസർവേറ്റീവ് ഈസ് എ കെമിക്കൽ. അപ്പോൾ അതിനെ എനിക്ക് എങ്ങനെ ഓർഗാനിക് എന്ന് വിളിക്കാൻ പറ്റും? ഐ ക്യാൻ സേ ദാറ്റ് ഓർഗാനിക് ആയിട്ടുള്ള ഓയിൽസും ഇതിലടങ്ങിയിട്ടുണ്ട്. ബ്ലൈൻഡായിട്ട് നമുക്ക് ഓർഗാനിക് എന്നൊരു സാധനത്തിനെ വിളിക്കാൻ പറ്റണമെങ്കിൽ അതിൽ A to Z സാധനങ്ങൾ ഓർഗാനിക് ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്കങ്ങനെ വിളിക്കാൻ പറ്റൂ. ആൻഡ് ദെയർ ഷുഡ് ബി എ സർട്ടിഫിക്കേഷൻ. ഈ എക്കോസെർട്ട്, കോസ്മോസ് എവിടെന്നെങ്കിലും സർട്ടിഫിക്കറ്റും എടുത്തിരിക്കണം. ഇതൊരു ബിസിനസ് ആക്കാം എന്ന് പ്ലാൻ ചെയ്തപ്പോൾ ഇതിൻ്റെ ലൈസൻസും കാര്യങ്ങളും ഒക്കെ, അപ്പോൾ ഈ കോസ്മെറ്റിക്സ് ഐറ്റംസിന് പ്രത്യേക തരം ലൈസൻസ് ഒക്കെ, അതിനൊരു കേരള ഡ്രഗ്സ് കൺട്രോളറിൻ്റെ ഒരു ലൈസൻസ് ഉണ്ട്. അപ്പോൾ ആ ലൈസൻസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ആ കോസ്മെറ്റിക് മാനുഫാക്ചറിംഗ് ലൈസൻസ്. അതിൻ്റെ പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്കൊരു 100 സ്ക്വയർ മീറ്റർ ഉള്ള ഒരു ബിൽഡിംഗ് ആവശ്യമാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഫോമുലേഷൻസ് അവർക്ക് സബ്മിറ്റ് ചെയ്തിട്ട് അവർ ആ ഫോമുലേഷൻസ് നോക്കി വെരിഫൈ ചെയ്ത് കറക്റ്റ് ആണെങ്കിൽ അവർ ഇൻസ്പെക്ഷന് വരും. അപ്പോൾ ഇൻസ്പെക്ഷന് വരുമ്പോൾ സെൻട്രലിൽ നിന്നൊരു ടീമും സ്റ്റേറ്റിൽ നിന്നൊരു 2 പേരും കൂടെ ചേർന്നിട്ടാണ് വരിക. അപ്പോൾ അവർ വന്ന് നമ്മുടെ യൂണിറ്റ് എല്ലാം കണ്ട് ഇക്വിപ്മെൻറ്റ്സ് എല്ലാം കാണണം. എന്നിട്ട് അവർ നമുക്ക് ഒരു കോസ്മെറ്റിക് ട്രെയിനിങ് ഉള്ള ഒരാൾ കൂടെ വേണം. ലൈക്ക് ഒരു ബി ഫാം അല്ലെങ്കിൽ ഡി ഫാം അല്ലെങ്കിൽ കോസ്മെറ്റിക് മാനുഫാക്ചറിങ്ങിൽ അറിവുള്ള ഒരാൾ, എക്സ്പീരിയൻസ്, അവരുടെ സർട്ടിഫിക്കറ്റും കൂടെ വേണം. അപ്പോൾ ഞാൻ അങ്ങനെ ഒരാളുടെ സർട്ടിഫിക്കറ്റും കൂടെ ഇവിടെ വെച്ചിട്ടുണ്ട് ഫോർ സർട്ടിഫിക്കേഷൻ പർപ്പസസ്. അപ്പോൾ അത് വെച്ചിട്ട് അവർ വന്ന് ഇതെല്ലാം കണ്ട് നമ്മുടെ എക്യുപ്മെൻറ്റ്സ് കണ്ട് നമുക്ക് ഇത്രത്തോളം അറിവുണ്ടെന്ന് ചോദിക്കാം. അവർ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കും. എങ്ങനെയാണ് സ്റ്റെറിലൈസ് ചെയ്യുന്നത്, എത്ര മില്ലിമീറ്റർ 16 mm സ്റ്റീലാണ് ഇതിന് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ എക്യുപ്മെൻറ്റ്സ് കംപ്ലീറ്റ് അവർ നോക്കിയിട്ടാണ് പിന്നെ നമുക്ക് ഒരു 3 മാസം 4 മാസം കഴിയുമ്പോഴാണ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് തരുന്നത്. ഇറ്റ് ഈസ് കുറച്ച് ഡിഫിക്കൽട്ടാണ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഇമ്പോസിബിൾ ടു ഗെറ്റ് എ കോസ്മെറ്റിക് മാനുഫാക്ചറിങ് ലൈസൻസ്. ഇപ്പോൾ മാം പറഞ്ഞു മകൾക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്തു, പിന്നെ ബാക്കിയുള്ള റിലേറ്റീവ്സിനൊക്കെ പരീക്ഷിച്ചു, അവർക്കൊക്കെ കൊടുത്തു നോക്കി. അപ്പോൾ അവരുടെയൊക്കെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? ആക്ച്വലി ഞാൻ റിലേറ്റീവ്സിന് കൊടുക്കുമ്പോൾ ആദ്യം ഇത് ഭയങ്കര ഒരു ഗോട്ടിൻ്റെ മിൽക്ക് കൊണ്ടുള്ള സോപ്പ് എന്ന് വെച്ചാൽ അത് കുറച്ച് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സാധനമായിട്ട് പലരും പരസ്യമൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയുന്ന റിലേറ്റീവ്സിന് അവർക്ക് ഭയങ്കര സന്തോഷമാണ്. ഓ ചേച്ചി ഗോട്ട് മിൽക്കിൻ്റെ സോപ്പ് ഉണ്ടാക്കാൻ തുടങ്ങിയോ എന്ന് പറഞ്ഞിട്ട്. ഇതിൽ ആദ്യം കയ്യിലെടുക്കുമ്പോൾ അവരെ ആകർഷിച്ചതിൻ്റെ മണമാണ്. കാരണം ഇത് കമേഴ്ഷ്യൽ മണമല്ല, ഇത് വേറൊരു മണമാണ്. അപ്പം മണം കൊണ്ടാണ് പലരും എടുത്തുകൊണ്ട് പോയത്. പക്ഷെ അത് യൂസ് ചെയ്ത് 2 തവണയൊക്കെ യൂസ് ചെയ്യുമ്പോൾ അവർ പറയും സ്കിന്ന് നല്ല സോഫ്റ്റായി, നല്ല സപ്പിളായി, ഭയങ്കര സുഖമുണ്ട് കുളിക്കാൻ എന്ന് പറഞ്ഞിട്ട്
അവരിങ്ങനെ പറയും. അപ്പോൾ അവരൊക്കെ തന്നെയാണ് ചോദിച്ചത് മാർക്കറ്റ് ചെയ്തൂടെ, അങ്ങനെ ചോദിച്ചു തുടങ്ങി. അപ്പോൾ ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല. കാരണം വെച്ചാൽ അങ്ങനത്തെ ഒരു നമ്മളൊരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ടും അല്ല, ബിസിനസ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു പരിപാടിയേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ അവർക്കൊക്കെ ഇത് യൂസ് ചെയ്ത് 2-3 പ്രാവശ്യം കഴിയുമ്പോൾ അവരെല്ലാം പറയുമ്പോൾ നല്ല സുഖമുണ്ട് ഇത് വെച്ച് കുളിക്കുമ്പോൾ, സ്കിന്ന് നല്ല സോഫ്റ്റായി. പലരും പറഞ്ഞ് മോയ്സ്ചറൈസർ ഉപയോഗിക്കേണ്ട ആവശ്യം പോലും വന്നിട്ടില്ല. നോർമൽ സ്കിന്നുള്ളവർക്ക് സ്കിന്ന് നല്ല സോഫ്റ്റ് ആവും എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതിൻ്റെ മണം ഭയങ്കര വലിയൊരു ഘടകമാണ്. മണത്തിന് ഒരു ഇമ്പോർട്ടൻസും ഇല്ല, മണത്തിന് ഒരു ഇമ്പോർട്ടൻസും ഇല്ല ഇതിൽ ആക്ച്വലി. പക്ഷേ നമ്മൾക്കൊരു ഈസ്തെറ്റിക് സെൻസ് ഉണ്ടല്ലോ, നമ്മൾ കുളിക്കുമ്പോൾ എല്ലാവർക്കും, എനിക്കായാലും അതിൻ്റെ മണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് കുളിക്കാൻ തോന്നിപ്പിക്കുന്ന ഒരു ഘടകമാണ്. അപ്പം അങ്ങനെ ഇതിൻ്റെ മാർക്കറ്റിങ്ങിൽ വരുമ്പോൾ എങ്ങനെയായിരുന്നു ഇനിഷ്യലി ഇതിൻ്റെ ഇനിഷ്യലി? അപ്പോൾ ഞാനിത് ഒരിക്കലും സെയിൽ ചെയ്യണമെന്ന് വിചാരിച്ച് ഉണ്ടാക്കിയതല്ല. ഉണ്ടാക്കി അപ്പോൾ കുറേ പീസസ് വന്നു. അപ്പോൾ ഞാനിങ്ങനെ റിലേറ്റീവ്സിനെല്ലാം കൊടുത്തു. അപ്പോൾ അവർക്കെല്ലാം വളരെ ഇഷ്ടമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് എൻ്റെ ഒരു കസിൻ്റെ സിസ്റ്ററിലോ US പോകുമായിരുന്നു. അപ്പോൾ പുള്ളിക്കാരിക്ക് ഡ്രൈ സ്കിൻ ആണെന്ന് പറഞ്ഞിട്ട് കുറച്ച് സോപ്സ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ ഫസ്റ്റ് കണ്ടീഷൻ ഇതിന് പൈസ വാങ്ങിക്കണം, എന്നാൽ മാത്രമേ ഞങ്ങൾ കൊണ്ടുപോകുള്ളൂ എന്നായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ അതൊക്കെ ബുദ്ധിമുട്ടാണെന്ന്. അല്ല, എന്നാലേ ഞങ്ങൾ കൊണ്ടുപോകുള്ളൂ, അവർ അഡമൻ്റായിട്ട് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാനത് അവർക്ക് പൈസ വാങ്ങിച്ചിട്ട് കൊടുത്തു. അപ്പോൾ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഞാനത് സെയിൽ ചെയ്യണമെന്നുള്ള ഒരു ഉദ്ദേശമേ എനിക്കുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഈ ഹെർട്ട് വാൻഡം എന്ന് പറഞ്ഞൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്, അതൊരു 13K മെമ്പേഴ്സുള്ള ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ ആ ഗ്രൂപ്പിൽ ഞാൻ വെറുതെ എങ്കിലും സോപ്പിൻ്റെ ഒരു പടം വെച്ചായിരുന്നു. അപ്പോൾ ആ പടം വെച്ച സമയത്ത് ഒരുപാട് പേര് വന്ന് അയ്യോ ഗുഡ് മിൽക്ക് സോപ്പ് ഇവിടെ നാട്ടിലുണ്ടാക്കുന്നുണ്ടോ, ഞങ്ങൾക്ക് വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനങ്ങനെ സെയിലിന് വേണ്ടിയിട്ടുള്ള യാതൊരു ഉദ്ദേശവും എനിക്കില്ല, അങ്ങനെ ഉദ്ദേശിച്ചിട്ടുമല്ല എന്ന് പറഞ്ഞപ്പോൾ അവർ എനിക്ക് എങ്ങനെയോ നമ്പറൊക്കെ എടുത്തിട്ട് ആൾക്കാർ വാട്സാപ്പിലുമൊക്കെ സോപ്പ് തരാൻ പറ്റുമോ അങ്ങനെ ചോദിച്ച്. ഗോട്ട് മിൽക്കിൻ്റെ സോപ്പ് ഞങ്ങൾക്കെല്ലാം അത്രയ്ക്ക് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യവും ഞാൻ ഇല്ല എന്ന് 2-3 പോസ്റ്റൊക്കെ ഞാൻ ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ കുറേ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ വെച്ച് വൈ നോട്ട് എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉണ്ടാക്കി സെയിൽ ചെയ്യായിരുന്നു. അങ്ങനെയാണിത് തുടങ്ങിയത്, സെയിൽ തുടങ്ങിയത്. മാം പറഞ്ഞായിരുന്നു മകൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തതെന്ന്. മകളെ തന്നെ മോഡലാക്കാനുള്ളൊരു ഐഡിയയും എങ്ങനെ കിട്ടി? സാധാരണ ആ ഒരു സാഹസം ആരും ചെയ്യാറില്ല. അതെങ്ങനെയാണ് ആ ഒരു ഐഡിയ, അത് എങ്ങനെ വന്നു എന്നും കൂടെ ഒന്ന് പറയാമോ? എന്ന് വെച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് അത് ആക്സിഡൻ്റലി അങ്ങനെ സംഭവിച്ചതാണ്. കാരണം ഇതിൽ ഒരു 70% പ്രോഡക്ട്സും ആദ്യം ഉണ്ടാക്കിയത് അവൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പം പിന്നെ എനിക്ക് റീലൊക്കെ ചെയ്യാൻ സമയത്ത് ഇൻസ്റ്റയിലും റീല് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വേറെ ആരും ഇല്ലായിരുന്നു, അതുകൊണ്ട് അവളെ വിളിച്ചു. അങ്ങനെയുള്ളൂ, അല്ല അത് വളരെ ആക്സിഡൻ്റലായിട്ട് വന്നതാണത്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ എല്ലാ പ്രോഡക്ട്സും ഇവിടെ ഇപ്പോൾ അവൈലബിൾ അല്ല, കുറച്ച് പ്രോഡക്ട്സ് ആണ് നമുക്കിപ്പോൾ. ഇത് ഏതൊക്കെയാണ് ഇത് എൻ്റെ ക്ലാസിക് ഗുഡ് മിൽക്ക് സോപ്പാണ്, ആദ്യം ഉണ്ടാക്കിയ സോപ്പ്. ഇത് പിഗ്മെൻറ്റേഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന റെഡ് സാൻഡിൽ മഞ്ചിഷ്ട സോപ്പാണ് ഇത്. പിന്നെ ഇത് ഫേസിലെ ഒരു ടോണറാണ്, ഫേസിൽ യൂസ് ചെയ്ത് റോസ് വാട്ടർ, കാമമൈൽ, ലാവൻഡർ വാട്ടേഴ്സ് അതൊക്കെ ചേർന്നിട്ട് റെഡ് സാൻഡൽ, വെർട്ടിവർ അതിൻ്റെ എക്സ്ട്രാക്ട്സും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ടോണറാണ്, ഫേസ് ടോണറാണ്. പിന്നെ ഇത് ഒരു പപ്പായ ജെൽ ക്രീമാണ്. പപ്പായ എക്സ്ട്രാക്ട്സ്, റോസ് ഹിപ്പ് സീഡ് ഓയിൽ, സീ ബക്തോൺ ഓയിൽ, ഒത്തിരി സ്കിൻ ബ്രൈറ്റനിങ് എക്സ്ട്രാക്ട്സ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഡേ ക്രീമായിട്ട് യൂസ് ചെയ്യാം, നൈറ്റ് ക്രീമായിട്ടും യൂസ് ചെയ്യാം. സൺസ്ക്രീൻ ഒന്നുമില്ല, പക്ഷെ സാധാരണ ഒരു ക്രീമാണിത്. ഇത് അണ്ടർ ഐ ജെല്ലാണ്, കുക്കുംബർ ബേസ്ഡ് ആയിട്ടുള്ളൊരു സാധനം. ഇത് ഹെർബൽ ഹെയർ ഓയിലാണ്. ഇതിനൊരു പ്രത്യേകതയുള്ളത് ഹെർബ്സ്, ഈ ചെടികളുടെ എല്ലാം ഇത് അരച്ചെടുത്തിട്ട് ആടിൻ്റെ പാലിലാണ് ഇത് കുറുക്കിയെടുത്തിരിക്കുന്നത്. എന്നിട്ട് അത് ഓയിലിലേക്ക് ഇൻഫ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്, ഹെർബൽ ഓയിൽ. പിന്നെ ഹെയർ ബട്ടർ എന്നൊരു പ്രോഡക്റ്റ് ഉണ്ട് ഇതിൽ. ഇത് ഒരു ഡീപ്പ് കണ്ടീഷനിങ്, ഡീപ്പ് നറിഷിങ്, ഒരു ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ യൂസ് ചെയ്യാനുള്ളൊരു സംഭവമാണ്. പിന്നെ ഇത് തേച്ച് കുളിക്കാനുള്ള സ്ക്രബാണ്. എനിക്ക് കോഫിയുടെ മണം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് ഞാൻ എനിക്ക് വേണ്ടിയാണ് ആദ്യം ഉണ്ടാക്കിയത്, ക്രീമി കോഫി സ്ക്രബ്. സാധാരണ സ്ക്രബുകൾ സ്കിൻ ഡ്രൈ ആക്കും, പക്ഷേ ഇത് വളരെ ക്രീമിയാണ്. അപ്പോൾ സ്കിന്നിന് നല്ലൊരു സോഫ്റ്റ്നെസ്സും കിട്ടും, എന്നാൽ സ്ക്രബിങ് ഇഫക്റ്റും ഉണ്ട്. അങ്ങനത്തെ ഒരു സാധനമാണ്. പിന്നെ ഞാൻ ലിക്വിഡ് ഷാംപൂസ് ഉണ്ടാക്കുന്നില്ല, ഇത് ഷാംപൂ ബാറാണ്. ഇതിൻ്റെ പത നമുക്ക് സാധാരണ ഷാംപൂ പോലെ തന്നെ തലയിൽ തേച്ച് കഴുകി കുളിക്കാനുള്ളൊരു സംഭവമാണ്. ഇതൊരു പുതിയ പ്രോഡക്റ്റാണ്. ഇത് സീറമുണ്ട്, സ്കിൻ പിഗ്മെൻറ്റേഷന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് എൻ്റെ മോള് ഞാൻ പറഞ്ഞില്ലേ, മിക്ക സാധനങ്ങളും ഞാൻ ആദ്യം ഉണ്ടാക്കി അവൾക്കാണ്. അപ്പോൾ അവൾ ലിപ് ബാമൊക്കെ സാധാരണ കമേർഷ്യലായിരുന്നു യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇതെല്ലാം യൂസ് ചെയ്യണമെങ്കിൽ പിന്നെ അത് മാത്രമായിട്ട് എന്തിനാണ് ഒഴിവാക്കുന്നത്. അങ്ങനെയാണ് ഈ ലിപ് ബാം ഉണ്ടാക്കിയത്. ഇതൊരു റാസ്ബെറി എക്സ്ട്രാക്റ്റ് ചേർന്ന ഒരു ലിപ് ബാമാണ്. അപ്പോൾ ലിപ്പിൻ്റെ പിഗ്മെൻറ്റേഷനെയും ഹെൽപ്പ് ചെയ്യും, വളരെ മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള ഒരു ലിപ് ബാമാണ്.
അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ഇപ്പോൾ ഇരിക്കുന്ന പ്രോഡക്റ്റ്സ്. ഇത് പിന്നെ കണ്ടീഷണറാണ്. ഇപ്പോൾ സാധാരണ കണ്ടീഷണറൊന്നും എനിക്ക് പിടിക്കാതെയാണ്, കാരണം അമോണിയയുടെ മണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ശക്തിയായ മണങ്ങളൊക്കെ എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതങ്ങനെ ഞാൻ പഠിച്ചിട്ടുണ്ടാക്കിയ ഒരു കണ്ടീഷണറാണിത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ്. അപ്പോൾ ഇതാണ് ഡോക്ടറുടെ മകൾ ദുർഗ. അപ്പോൾ ദുർഗ, അമ്മ ആദ്യം സോപ്പ് ഉണ്ടാക്കിയത് ദുർഗയ്ക്ക് വേണ്ടിയിട്ടാണ്. അമ്മ ഇത് അന്നപ്പോൾ എന്തായിരുന്നു ആ ഒരു എങ്ങനെ തോന്നിയത് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ളൊരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? എനിക്ക് യങ് ഏജ് തൊട്ട് തന്നെ നല്ല ഡ്രൈ സ്കിൻ ഉണ്ടായിരുന്നു, ഭയങ്കര പ്രോബ്ലംസ് ഉണ്ടായിരുന്നു സ്കിന്നിൽ ഇത് കാരണം. സോ അമ്മ എനിക്ക് ഈ സോപ്പ് തന്നപ്പോൾ കുറേ യൂസിന് ശേഷം നല്ല റിലീഫ് ഉണ്ടായിരുന്നു സ്കിന്നിൽ. ഡ്രൈനെസ് ഒക്കെ കുറഞ്ഞു വന്നു. എനിക്ക് രാത്രിയൊന്നും പണ്ട് നേരെ ഉറങ്ങാൻ പറ്റില്ലായിരുന്നു, ഡ്രൈനെസ് കാരണം ഇച്ചിങ്ങും അതൊക്കെ ഉണ്ടാവുമായിരുന്നു. അതൊക്കെ നല്ലോണം കുറഞ്ഞു, നല്ല റിലീഫ് ഉണ്ടായിരുന്നു. ഒരു ഡോക്ടറാണ് അമ്മ ഈ ഒരു സോപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഒരു ബിസിനസ്സിലേക്ക് കൺവേർട്ട് ചെയ്ത ഒരു ഐഡിയയൊക്കെ എങ്ങനെ സപ്പോർട്ട് ചെയ്തു? ഞാൻ അമ്മയ്ക്ക് ഇതിൽ തന്നെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. പിന്നെ അമ്മ എന്തെങ്കിലും ഐഡിയാസോ എന്തെങ്കിലും സജഷൻസോ ചോദിച്ചുകൊണ്ട് വന്നാൽ ഞാൻ എൻ്റെ ഒപ്പീനിയൻസ് പറയുമായിരുന്നു. പിന്നെ ഇങ്ങനെ പോസ്റ്റേഴ്സൊക്കെ ഡിസൈൻ ചെയ്യുമ്പം ഇത് കൊള്ളാമോ, ഇത് എടുക്കാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ ഫീഡ്ബാക്ക്സ് പറയും. പിന്നെ പാക്കേജിങ് അതിലൊക്കെ ഹെൽപ്പ് ചെയ്യും. അമ്മ ഈ സോപ്പ് ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്ക് ഞാൻ ഹെൽപ്പ് ചെയ്യാൻ പോകാറുണ്ട്. അങ്ങനെ ചെറിയ ഈ ഒരു ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണാറുണ്ട്, നല്ല കുറേ റീൽസൊക്കെ ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഐഡിയ ഒക്കെ തനിയെ ക്രിയേറ്റ് ചെയ്ത് ഞാനും അമ്മയും കൂടെ ഡിസ്കസ് ചെയ്യും ഇതെങ്ങനെ വേണം എന്നിരുന്ന് സ്ക്രിപ്റ്റ് എഴുതി അങ്ങനെ ചെയ്യുന്നതാണ്. പുള്ളിക്കാരി അലോഹയിൽ ഒരു എംപ്ലോയിയാണ്, ചാർജ് ഉണ്ട്. അവിടെ വേറെ 2 എംപ്ലോയീസ് ഉണ്ട്, അതിൻ്റെ കൂടെ 3ാമത്തെ എംപ്ലോയിയാണ്. ഷീ ഗെറ്റ്സ് പെയ്ഡ് ഫോർ പാക്ക് ചെയ്യുന്നതിന്, പിന്നെ നമുക്ക് പൊതിഞ്ഞ് ഇതൊക്കെ തരുന്ന സാധനങ്ങൾ ചെയ്യുന്നതിന്, ഫിസിക്കൽ വർക്കിന് എല്ലാം ഷീ ഓൾസോ ഗെറ്റ്സ് പോക്കറ്റ് മണിയൊക്കെ അങ്ങനെ എടുക്കുന്നുണ്ട്. ഓക്കെ. ഈ നമ്മൾ ആഡ്സിലൊക്കെ വലിയ സ്റ്റാർസൊക്കെ മോഡലാക്കി ഇപ്പോൾ സ്വന്തമായിട്ട് ചെയ്യുന്ന ആ ഒരു എക്സ്പീരിയൻസ്, അതായത് സ്വന്തമായിട്ടുള്ള ഒരു ബിസിനസ്സിൻ്റെ മോഡലാണ്. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഷെയർ ചെയ്യുന്നത്? എനിക്ക് ആദ്യം അങ്ങനെ ടെൻഷനൊന്നും ഇല്ലായിരുന്നു. അമ്മ പറഞ്ഞു എന്താ പ്രോഡക്റ്റിനെ പറ്റി തോന്നുന്നത് അത് നമ്മൾ പറയണം, എനിക്കുള്ള ഫീലിംഗ് അതാണ് കൺവേ ചെയ്യേണ്ടത്, അങ്ങനെ നമ്മുടെ ഓഡിയൻസുമായിട്ട് കണക്ട് ചെയ്യണം, അങ്ങനെയാണ് പറഞ്ഞത്. ജെന്യുവൻ ആയിട്ട് നമുക്ക് തോന്നുന്ന കാര്യം ക്യാമറ നോക്കി പറയാം, അപ്പം കണക്ട് ചെയ്യാം, ഒരു കോൺവെർസേഷൻ പോലെ. പുള്ളിക്കാരി എനിക്ക് കുറേ ഐഡിയാസ് പറഞ്ഞു തരും. അമ്മ ഇങ്ങനെ പറഞ്ഞാൽ നമ്മൾ ഭയങ്കര സ്റ്റിഫായി പോവും, അങ്ങനെയല്ല ഇങ്ങനെ പറയാം. അല്ലെങ്കിൽ പാക്കേജിങ് ഡിസൈനിങ്ങിലൊക്കെ പുള്ളിക്കാരി ഒരുപാട് സജഷൻസ് തരും. ഞങ്ങളുടെ പാക്കേജിങ് ആക്ച്വലി മുമ്പ് ഞാൻ റീസൈക്കിൾഡ് ബോക്സസിലൊക്കെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പുള്ളിക്കാരി പറഞ്ഞു അതല്ല, നമുക്കല്ലാതെ പാക്കേജിങ് പ്രോപ്പറായിട്ടുള്ള ബോക്സസ് വേണം. അങ്ങനെ ഇതിൻ്റെ പ്രോഡക്റ്റ് ഡിസൈനിൻ്റെ ഒക്കെ കണ്ടെയ്നേഴ്സ് അങ്ങനത്തേനൊക്കെ പുള്ളിക്കാരി ഒരുപാട് ഐഡിയാസ് തരും. പോസ്റ്റേഴ്സ് ഞങ്ങൾ 2 പേരും കൂടെ ഇരുന്നിട്ട് ഡിസ്കസ് ചെയ്യും, ഈ പോസ്റ്റേഴ്സ് എന്തെങ്കിലും ചേഞ്ച് വരുത്താൻ പറ്റുമോ അങ്ങനെയൊക്കെ. ഓക്കെ. ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ഒരു പ്ലാറ്റ്ഫോമാണ്. ഇപ്പോൾ അതിനകത്ത് ഉള്ളൊരു അതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ എങ്ങനെയായിട്ട് തോന്നുന്നു? ലൈക്ക് ആദ്യം ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ വലിയ റെസ്പോൺസ് ഉണ്ടായിട്ടുണ്ടാവില്ല, പിന്നെ ഇതിനൊരു ഗ്രോത്ത് വന്നതും ആ ഒരു ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാവോ? അപ്പോൾ അപ്പോഴുള്ളൊരു ഫീലിങ്സും ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഇൻസ്റ്റഗ്രാം എന്ന് പറഞ്ഞാൽ ഇപ്പം അതൊരു ഭയങ്കര ഒരു റീച്ചുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്സ് ഉണ്ട്, പിന്നെ യൂത്ത് ഒരുപാട് പേര് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അതിലൊരു വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും എന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. അപ്പം ആദ്യം ചെറിയ റീൽസ് ചെയ്തു തുടങ്ങി. അപ്പോൾ അത്ര വലിയ നല്ലോണം ഒരു എഫിഷ്യൻ്റ് ആയിട്ടല്ല ചെയ്തത്, കാരണം ഒരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പം ചെറിയ റീൽസ് ചെയ്തു തുടങ്ങി. അപ്പം തന്നെ ഒരു റെസ്പോൺസ് ഉണ്ടായിരുന്നു, ഒരുപാട് ഇത്രത്തോളം ഇല്ലെങ്കിലും കുറച്ചുണ്ടായിരുന്നു. അപ്പം അതെങ്ങനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാം, എങ്ങനെയൊക്കെ കുറച്ചുകൂടെ ആൾക്കാരെ റീച്ച് ചെയ്യാം എന്ന് ആലോചിക്കാൻ തുടങ്ങി. അങ്ങനെ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തി ആൾക്കാർക്ക് ഇൻട്രസ്റ്റിംഗ് എങ്ങനെയായിരിക്കും എന്നുള്ള രീതികളിൽ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പിന്നെ കൂടുതൽ വേറെ റീൽസ് ആൾക്കാർ ചെയ്യുന്നതൊക്കെ കൂടുതൽ കാണാൻ തുടങ്ങി. അങ്ങനെ കുറേ ഐഡിയാസ് കിട്ടാൻ തുടങ്ങി. ദുർഗയുടെ ഫ്രണ്ട്സൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ടോ? അവർക്കൊക്കെ ഇത് കൊടുത്തു നോക്കിയിട്ടുണ്ടോ? അവരുടെ ഒരു ഫീഡ്ബാക്ക് ഒക്കെ അങ്ങനെ ഒരുപാട് പേർക്കൊന്നും കൊടുത്തിട്ടില്ല, കുറച്ച് പേർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ കുഴപ്പമില്ല, എല്ലാവർക്കും കുഴപ്പമില്ല. ഗേൾസ് ആയിരിക്കുമല്ലോ കൂടുതൽ. മെയിൻലി ഓർഡേഴ്സൊക്കെ എങ്ങനെയാണ് മെയിൻലി വരുന്നത്? എനിക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ട്, aloha's.in എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ വെബ്സൈറ്റ് വഴിയാണ് അധികവും വരാറുള്ളത് ഓർഡേഴ്സ്. പിന്നെ വാട്സാപ്പ് നമ്പറുണ്ട്. അപ്പോൾ ആ വാട്സാപ്പ് വഴി കുറേ പേര് എൻക്വയറീസ് വരും. ഡെയിലി കുറേ പേര് വിളിച്ചിട്ട് ഇതാണ് എൻ്റെ പ്രോബ്ലം, ഇതിന് ഞാൻ എന്ത് പ്രോഡക്റ്റാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ചോദിക്കാറുണ്ട്. പിന്നെ ബൈ വേർഡ് ഓഫ് മൗത്താണ്
ഒത്തിരി ആൾക്കാർ അറിഞ്ഞറിഞ്ഞ് അങ്ങനെ ഓർഡേഴ്സ് വരാറില്ല. പക്ഷെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുന്നത് alohaas.in ഞങ്ങളുടെ വെബ്സൈറ്റിലാണ്. വെബ്സൈറ്റിൽ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുമ്പോൾ അവിടെ വാട്സാപ്പ് നമ്പർ ഉണ്ട്, അതുവഴി കോൺടാക്ട് ചെയ്യാം. എന്നിട്ട് പിന്നെ അവർക്ക് ഓർഡർ ചെയ്യാം. ഓൺലൈൻ സ്റ്റോർ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. കേരളത്തിൽ മാത്രമാണോ പ്രൊവൈഡ്? അല്ല, ഇന്ത്യയിൽ മൊത്തം ഞാൻ ഷിപ്പിംഗ് ചെയ്യുന്നുണ്ട്, എല്ലായിടത്തും ഉണ്ട്. DTDC ആണ് ഞങ്ങളുടെ കൊറിയർ പാർട്ട്ണർ. പിന്നെ അത്യാവശ്യമുള്ളപ്പോൾ ഇന്ത്യ പോസ്റ്റ് വഴിയും അയച്ചു കൊടുക്കാറുണ്ട്. ഓക്കെ. പുറത്താണെങ്കിലോ? ഇന്ത്യക്ക് പുറത്ത് ഇപ്പോൾ എങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലുള്ള റിലേറ്റീവ്സ് മേടിച്ചിട്ട് അവർ അയച്ചു കൊടുക്കുകയാണ് ചെയ്യുക. ഞാൻ ഡയറക്റ്റ്ലി അല്ല ചെയ്യുന്നത്. ഓക്കെ. അവിടുന്ന് ധാരാളം എൻക്വയറീസ് ഒക്കെ വരാറുണ്ട്. നമ്മുടെ നാട്ടിലുള്ള ആളുകൾ പുറത്തുള്ളവർ ഫേസ്ബുക്ക് വഴിയോ അല്ലെങ്കിൽ ഇതുപോലെ ആർട്ടിക്കിൾസ്, ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് ഒക്കെ കണ്ടിട്ട് ആൾക്കാർ ചോദിക്കുമ്പോൾ അങ്ങനെ വരാറുണ്ട്, എൻക്വയറീസ് വരാറുണ്ട്. നമ്മുടെ ഒരു സർവേ പ്രകാരം 10-ൽ 7 പേർക്കും സ്കിൻ പ്രോബ്ലംസ് ഉള്ളതാണ്. അപ്പോൾ അതിനൊരു കംപ്ലീറ്റ് സൊല്യൂഷനാണ് നമ്മുടെ ഡോക്ടർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വാട്സാപ്പ് നമ്പറും ഇവരുടെ വെബ്സൈറ്റ് ഡീറ്റെയിൽസും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോൺടാക്റ്റ് ചെയ്യുക, ഉപയോഗിച്ച് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. മാം, കാണാനും പരിചയപ്പെടാനും കഴിയുന്ന ഒരുപാട് സന്തോഷമുണ്ട്. ഇതൊരു വലിയ സക്സസ് ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് വന്നപ്പോൾ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഗോട്ട് മിൽക്കിൽ നിന്ന് സോപ്പ് ഉണ്ടാക്കുന്നതും ഓയിലൊക്കെ ആഡ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇത് സംഭവം എങ്ങനെയാണെന്നുള്ളത് വലിയ കൺഫ്യൂഷനായിരുന്നു. വന്നപ്പോൾ മാം കറക്റ്റായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. ഒരുപാട് ഇൻഫർമേഷൻ കിട്ടി. താങ്ക് യു സോ മച്ച്. ഇതൊരു വലിയ സക്സസ്സിലേക്ക് പോകട്ടെ എന്ന് ആശംസിക്കുകയാണ്.